ഹലോ ആൻഡ് വെൽക്കം ടു മൈ ചാനൽ ഇൻ ദ കിച്ചൺ വിത്ത് ബിന്ദു. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു പ്രഭാതം ആശംസിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ മോർണിംഗ് ലുക്ക്. നിങ്ങളെല്ലാവരും ഒരുപാട് തവണ കണ്ടിട്ടുള്ളതാണ്. എങ്കിലും ഇവിടെ അധികം ഇപ്പം ചൂടൊന്നുമില്ല. സാധാരണ ഗതിയിൽ ജൂലൈയിലൊക്കെ ഭയങ്കര ചൂടാണ്. ഇപ്പോൾ ഇവിടെ ഒരു ഊട്ടിയുടെ ക്ലൈമറ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. കുറച്ച് ചൂടും കുറച്ച് തണുപ്പും ഒക്കെ ആയിട്ട് അസൽ ക്ലൈമറ്റാണ് ആക്ച്വലി. പുറത്തിറങ്ങാനും നടക്കാനും ചെടികളൊക്കെ വെക്കാനും ഒക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു നല്ല അയല തേങ്ങാച്ചാറാണ് കേട്ടോ. ശനിയാഴ്ചയാണ്, അപ്പോൾ നമുക്ക് നല്ല ഇന്ത്യൻ കറികളൊക്കെ കൂട്ടി ചോറിനുണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എളുപ്പം തന്നെ പോയിട്ട് ഈ അയല കറി വെക്കാം എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഈ അയലയ്ക്ക് വേണ്ടി നമ്മുടെ നാടൻ അയല അല്ല ഇവിടെ കിട്ടുന്നത്. ഇതിൻ്റെ പേര് നോർവീജിയൻ മാക്കറൽ എന്നാണ്. കുറച്ച് നമ്മുടെ കണ്ണയില എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അതുപോലെ കുറച്ച് വലുതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് ഞാൻ 2 മീനുണ്ടായിരുന്നു, അത് നുറുക്കി വെച്ചു. അതുകൂടാതെ അര മുറി തേങ്ങ ചിരകിയത്, മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ നല്ല കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി. ഇത്രയും സാധനങ്ങളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എന്നിട്ട് അത് ഞാൻ മിക്സിക്കകത്തിട്ട് നല്ല വെണ്ണ പോലെ അരച്ചെടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നല്ല വെണ്ണ പോലെ അരച്ചു കൊണ്ടുവന്ന് ഈ അരപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇനി ഞാൻ ചട്ടിയിലേക്ക് അതൊന്ന് ഇട്ട് കൊടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ സാധാരണ മീൻകറി വയ്ക്കുന്നതിലും ഇച്ചിരി വ്യത്യാസമാണിത്. ഇത് നമ്മൾ ആദ്യം അരപ്പ് കലക്കി അത് അടുപ്പയിൽ വെച്ച് തിളച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ മീൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ചട്ടിക്കകത്തേക്ക് നമ്മൾ ഈ അരപ്പ് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വെള്ളത്തിൻ്റെ കാര്യം, ഞാൻ ഇതിന് ഈ രണ്ട് മീൻ കറി വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2.5 കപ്പ് വെള്ളമാണ് തുടക്കത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങളൊരു ബിഗിനറാണ്, എത്രത്തോളം വെള്ളമൊന്നും വേണമെന്ന് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ആദ്യം 2 കപ്പ് വെള്ളം ഒഴിച്ച് നോക്കുക. അതിപ്പം കുറഞ്ഞു പോയി എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ തിളച്ച വെള്ളം ഇച്ചിരി എടുത്ത് വെച്ചിരുന്ന പാത്രത്തിൽ ചൂടാക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. തണുത്ത വെള്ളം ഒഴിക്കരുതെന്ന് മാത്രമേ ഉള്ളൂ. അതല്ല, ഇച്ചിരി കൂടുതലാണെങ്കിൽ ഇച്ചിരി ഒന്ന് വറ്റിച്ചെടുത്താലും മതി. അപ്പം ഞാൻ ആദ്യം ആ മിക്സി ഒന്ന് കഴുകി കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. അതിനുശേഷം ഞാൻ എൻ്റെ 2 കപ്പ്, അത് 1/2 കപ്പായിരുന്നു, ഇനിയിപ്പോൾ 2 കപ്പ് വെള്ളവും കൂടി ഇതിനകത്തേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കലക്കിയെടുക്കുമ്പോൾ നമുക്കൊരു ഗേജ് കിട്ടും എത്രത്തോളം വെള്ളം വേണം എന്നുള്ളത്. അപ്പോൾ ഇതൊരു വലിയ കഷ്ണം ഇഞ്ചിയും 4 അല്ലി, ഒരുവിധം വലിയ അല്ലിയാണ് കേട്ടോ ഇവിടുത്തെ, വെളുത്തുള്ളിയും കൂടി ചതച്ചിട്ടതാണ്. 2 തക്കാളി പഴുത്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ തക്കാളിക്ക് ഒട്ടും പുളിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ 2 കഷ്ണം കൊടംപുളി കഴുകി വൃത്തിയാക്കിയുള്ള 2 കതിർപ്പ് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ തക്കാളിയുടെ പുളി അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ആദ്യം തക്കാളി ഇട്ട് നന്നായിട്ട് തിളച്ച് ടേസ്റ്റ് നോക്കി പുളി പോരായെങ്കിൽ പിന്നെ കൊടംപുളി ഇട്ട് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇതേ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നമ്മളിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് അടുപ്പിൽ വെച്ച് നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ വേണ്ടി പോവാണ്. തിളച്ച് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ഉപ്പൊക്കെ കറക്റ്റായിട്ടൊന്ന് നോക്കിയതിന് ശേഷം നമുക്ക് ഈ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനൊന്ന് ഇട്ട് കൊടുക്കണം. അപ്പം ഇതെല്ലാം അടുപ്പിലോട്ട് വെച്ചു. ഇപ്പോൾ വെച്ചതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അതൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ നമ്മുടെ ചാറൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അതിനകത്തേക്ക് നമ്മൾ നമ്മുടെ മീനിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ മീനിട്ട് കഴിഞ്ഞിട്ട് ആദ്യമേ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം, കുഴപ്പമില്ല. അതിനുശേഷം നമ്മൾ ചുറ്റിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ചെറിയ തീയിൽ കുറച്ചിട്ടാണ് ഞാനിത് വേവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുള്ള ഒരു സീനാണ്. ഒരുവിധമൊക്കെ ചാറൊക്കെ കുറുകി പക്ഷേ ഞങ്ങൾക്ക് കുറച്ച് ചാറ് വേണം ചോറിനകത്ത് ഒഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് അങ്ങ് വറ്റിക്കുന്നില്ല. നിങ്ങൾക്ക് തന്നെ അറിയാം, ഒരു മീഡിയം തിക്നെസ്സാണ്. അപ്പം ഇത് ഏകദേശം വെന്ത് റെഡിയായിട്ടെല്ലാം വന്നിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ 2 പച്ചമുളക് കീറിയതും 1 കതിർപ്പ് കറിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ അതിന് മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ ഇത് കഴിക്കാം, താളിച്ചൊഴിക്കേണ്ട ആവശ്യമില്ല. അതല്ല, നിങ്ങൾക്ക് എന്നെപ്പോലെ താളിച്ചൊഴിക്കുന്നത് ഇഷ്ടമുള്ള കൂട്ടത്തിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താളിച്ചൊഴിക്കാം. അപ്പോൾ പിന്നെ താളിച്ചൊഴിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ലല്ലോ. കടുക് നന്നായിട്ട് പൊട്ടി കഴിയുമ്പോൾ ഉലുവയിടും, ചെറിയ ഉള്ളിയും കൂടി ഇട്ടതിന് ശേഷം കറിവേപ്പില ഇട്ട് നന്നായിട്ട് താളിച്ച് ഈ മീൻകറിയുടെ മുകളിലൊന്ന് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് താളിച്ച് മീൻകറികളോടാണ് കൂടുതൽ താല്പര്യം. അതുകൊണ്ട് എൻ്റെ പേഴ്സണൽ പ്രെഫറൻസ് എന്നുള്ള നിലയിൽ ഞാൻ ഉണ്ടാക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതൊന്ന് മൂത്ത് വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്കിത് കറിയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ കറി നമുക്ക് ചോറിൻ്റെ കൂടെ വേറെ ഒരു കറിയുടെ ആവശ്യമില്ല. ഒരു പപ്പടം കൂടി ഉണ്ടെങ്കിൽ അപാര രുചിയാണ് മീൻ ചാറായിട്ട് ഒഴിച്ച് കഴിക്കാനും. അതുപോലെ ജസ്റ്റ് മീൻകറി മാത്രമാണെങ്കിലും നമുക്കൊരു പറ ചോറുണ്ടാവുന്ന തരം ഒരു മീൻകറിയാണ് കേട്ടോ ഇത്.
അപ്പോൾ നിങ്ങളിങ്ങനെ ഇതുപോലെ അയലക്കറി വെച്ച് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അയലയല്ല ചാളയാണെങ്കിലും ഒക്കെ പറ്റും. പക്ഷേ എനിക്ക് അയലയോടാണ് കുറച്ചുകൂടെ ഇഷ്ടം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്കിത് ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കിയതിന് ശേഷം അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ. അപ്പം ഞാൻ ചാറ് ഇത്തിരി കൂടി വറ്റാൻ വേണ്ടി അപ്പുറത്തെ അടുപ്പിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു മീൻ കറി. അപ്പോൾ അതൊന്നും കൂടി ഒന്ന് ഞാൻ പല കാര്യങ്ങളും ഒരേ സമയത്ത് ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ പല സാധനങ്ങൾ അടുപ്പിലിരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ മീൻകറിയുടെ മുകളിൽ ഒഴിച്ചു. അപ്പോൾ ആ ഒരു രുചിയാണ്. ഞാൻ പറഞ്ഞ പോലെ ചെയ്ത് നോക്കുക, എല്ലാവരും അഭിപ്രായം പറയുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള ഇനിയുള്ള നല്ല നല്ല വീഡിയോകൾ, ഇപ്പോൾ ഇനിയിപ്പം ഈ മീനൊക്കെ ട്രോളിംഗ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് മഴയൊക്കെ കഴിയുമ്പോൾ മീനൊക്കെ കിട്ടാൻ തുടങ്ങുമല്ലോ. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇതെൻ്റെ ഉച്ചയ്ക്ക് ചോറിനാൻ വേണ്ടി ഞാൻ ചോറെടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിനകത്തേക്ക് മീൻ കറിയും കൂടെ ഒഴിച്ച് ഉണ്ടെന്ന കാര്യം ഓർത്തപ്പോൾ തന്നെ ഭയങ്കര ടേസ്റ്റാണ്. സാധാരണ ഗതിയിൽ എൻ്റെ മോൻ അങ്ങനെ മീൻചാറൊന്നും ഒഴിച്ച് കഴിക്കാറില്ല, പക്ഷേ അവന് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുള്ള ഒരു കറിയാണിത്. അപ്പോൾ നിങ്ങളും ഇത് ചെയ്ത് നോക്കുക, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഇതുപോലൊരു നല്ല വീഡിയോയുമായി ഇനിയും കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.